ഓൺലൈൻ പെൺവാണിഭവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ചില വെളിപ്പെടുത്തലുകൾ കൂടി വരുന്നു. നഗ്നചിത്രങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തിയാണ് പെൺകുട്ടികളെ ഇതിലേക്ക് കൊണ്ടുവന്നിരുന്നത് എന്ന വിവരമാണ് ലഭിക്കുന്നത്. രശ്മിയുടെയും രാഹുലിന്റെയും ചോദ്യം ചെയ്യലിൽ നിന്നുള്ള വിവരങ്ങളാണ് ഇതെന്നാണ് അറിയാൻ കഴിയുന്നത്. സുനിൽ അരമാനൂർ ചേർന്നുണ്ട് വിവരങ്ങളുമായി. സുനിൽ, വിശദാംശങ്ങൾ. സൗമ്യ, ഓൺലൈൻ പെൺവാണിഭ കേസുമായി ബന്ധപ്പെട്ട പോലീസ് കസ്റ്റഡിയിലാവുകയും ഇപ്പോൾ ജയിലിൽ കഴിയുകയും ചെയ്യുന്ന പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്ന്, പ്രത്യേകിച്ച് രാഹുൽ പശുപാലിനെയും ഭാര്യ രശ്മിയെയും ചോദ്യം ചെയ്തതിൽ നിന്ന് വെളിപ്പെട്ട കാര്യമാണ്. വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് രാഹുൽ പശുപാലും രശ്മിയും ചേർന്ന് പെൺകുട്ടികളുടെ, അതായത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെയാണ് ഇവർ ഏറ്റവും അധികമായി ഈ സെക്സ് റാക്കറ്റിനകത്ത് ഉൾപ്പെടുത്തി കച്ചവടത്തിന് ഉപയോഗിച്ചിരുന്നത്. ഈ പെൺകുട്ടികളുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയാണ് ഇവരെ ഇതിന് വിധേയരാക്കിയിരുന്നത്. അതിനു പുറമെ തന്നെ ഈ പെൺകുട്ടികളെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയും ചെയ്തിരുന്നു. അതായത് പെൺകുട്ടികളെ ഓൺലൈൻ വഴിയും അതോടൊപ്പം തന്നെ ഫേസ്ബുക്ക് വഴിയും പരിചയപ്പെട്ട ഈ ചുംബന സമരത്തിൻ്റെ മറയാക്കിക്കൊണ്ട് ഇത്തരത്തിൽ പ്രായപൂർത്തിയാകാത്ത +1, +2 ക്ലാസ്സുകൾ പഠിക്കുന്ന പെൺകുട്ടികളാണ് ഇവരുടെ കസ്റ്റഡിയിലുള്ളതിൽ ഏറ്റവും കൂടുതലെന്നാണ് പോലീസ് അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ കുട്ടികളെ വീടുകളിലേക്കും ഫ്ലാറ്റുകളിലേക്കും കൊണ്ടുവരികയും ഇവർ കുളിമുറിയിൽ പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ വസ്ത്രം മാറുമ്പോഴുള്ള ദൃശ്യങ്ങൾ രശ്മി തന്നെ ക്യാമറയിൽ പകർത്തിയ ശേഷം ഇത് ഇവരെ കാണിച്ച് ഭീഷണിപ്പെടുത്തിയാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് ഈ പെൺകുട്ടികളെ തള്ളിവിട്ടത്. അതിനുശേഷം ഈ രാഹുലും അതുപോലെ തന്നെ ഈ പെൺകുട്ടികളെ ഉപയോഗിച്ചിരുന്നു. രാഹുലും പെൺകുട്ടികളെ ഉപയോഗിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും രശ്മി തന്നെയാണ് പകർത്തിയിരുന്നത്. എന്നിട്ട് ഈ ദൃശ്യങ്ങൾ പിന്നീടുള്ള ബിസിനസ്സിലേക്ക് ഈ പെൺകുട്ടികളെ കാണിച്ചുകൊണ്ടാണ് പലർക്കും പല കേന്ദ്രങ്ങളിൽ പോയി, പാലക്കാട്, ആലപ്പുഴ, അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെ ഹോട്ടലിലും ഈ പെൺകുട്ടികളെ എത്തിച്ച് ഇവർ ബിസിനസ് നടത്തിയിരുന്നു എന്നുള്ള വിശദാംശങ്ങളാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരിക്കുന്നത്. കൂടുതൽ ചോദ്യം ചെയ്യലിനായി ഇന്ന് ഇവരെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് വേണ്ടി തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇവർ അപേക്ഷ നൽകുന്നുണ്ട്. ഇതിനുശേഷം മാത്രമേ കൂടുതൽ തെളിവുകൾ ലഭ്യമാകുകയുള്ളൂ. ഇവരിൽ നിന്ന് കഴിഞ്ഞ ദിവസം രാഹുലിൽ നിന്ന് കണ്ടെത്തിയ ലാപ്ടോപ്പിലും മൊബൈൽ ഫോണിലും ഇത്തരം ദൃശ്യങ്ങൾ ഉണ്ട് എന്നുള്ളതും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. സൗമ്യ, സുനിൽ അരമാനൂരാണ് വിവരങ്ങൾ നൽകിയത്.